ഞങ്ങളുടെ ശബ്ദമായിട്ട് സുരേഷ് ഗോപി സാറ് സംസാരിച്ച് ഞങ്ങളുടെ MP വന്ന് വെറും വാക്ക് തന്നിട്ട് പോയെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കിത് പ്രാവർത്തികമാക്കി തന്നത് തൃശ്ശൂർ MP യാണ്. ഞങ്ങൾ കടപ്പുറത്താരായതുകൊണ്ട് പറഞ്ഞു ഒരു പട്ടി ഞങ്ങളെ തിരിഞ്ഞു നോക്കണ്ടായില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ശരി, ഞങ്ങളെ ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുണ്ട്, അദ്ദേഹം ഞങ്ങളെക്കുറിച്ച് അന്വേഷിച്ചിട്ട് പോലുമില്ല. ഇന്ന് ഇവിടെ പലരും ഇവിടെ ജീവനോടുകൂടി ഇരിപ്പുണ്ടെങ്കിൽ അതിന് കാരണം സുരേഷ് ഗോപി സാറാണ്. കാരണം ഒരു ആത്മഹത്യ പ്രവണത മുൻപിൽ വരെ ഞങ്ങൾ എത്തിയതാ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കിടപ്പാടം നഷ്ടപ്പെട്ടു പോകുമ്പോൾ സുരേഷ് ഗോപി ഒരു നടൻ എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും ഒരു MP എന്ന നിലയിലും ഒട്ടുമിക്ക മലയാളികൾക്കും അയാളുടെ മനസ്സിൽ ഒരു ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ എതിരാളി വിമർശനം പോട്ടെ എന്നറിയാം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തെ ഒരു കളിപ്പാവയെ പോലെ കൊണ്ടുനടക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും അദ്ദേഹം നേരിട്ടെത്തിയ എല്ലാ പ്രശ്നം പരിഹരിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ആരുടെയൊക്കെയോ നിയന്ത്രണത്തിൽ പെട്ടുപോയൊരു വ്യക്തി പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ അതൊരു നല്ലൊരു വ്യക്തിയാണ്, ഇപ്പോൾ കേരള മുഖ്യമന്ത്രിയാക്കുന്ന നല്ലൊരു ഭരണം അദ്ദേഹം കാഴ്ചവെച്ചാണ്. പക്ഷേ എന്നിരുന്നാലും പുള്ളീനെ വെറും ഒരു കളിപ്പാവയായിട്ട് നിയന്ത്രിക്കുകയാണ്. പിന്നെ എതിരാളികളിട്ട് ജോൺ ബ്രിട്ടാസും ഗണേഷ് കുമാറും കുത്തുമ്പോഴും അദ്ദേഹം കാര്യമായിട്ടുള്ള പ്രതികരണം ഒന്നും നടത്തുന്നില്ല. പക്ഷേ എന്നിരുന്നാലും അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഏറ്റവും പോയി എന്നിട്ട് വിട്ടുപോകാനും പറ്റില്ല എന്നുള്ളൊരു എന്തോ ഒരു മാനസിക ട്രോമയിലാണ് ഇപ്പോൾ അദ്ദേഹം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം സിനിമയിലും രാഷ്ട്രീയത്തിലും വ്യക്തിജീവിതത്തിലും നല്ലൊരു മനുഷ്യനാണ്. തീർച്ചയായിട്ടും നല്ലതായിട്ട് തിരിച്ചു വരും. ആ പാർട്ടി വെച്ചല്ല, ആ ഒരു വ്യക്തിയെ വെച്ചാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും സുരേഷ് ഏട്ടൻ എല്ലാ ഭാവങ്ങളും സുരേഷ് ഏട്ടൻ നേരുന്നു.